ഗൈസ്, നമ്മൾ റാബിറ്റ് ഫാമിങ്ങിനെ പറ്റി കുറച്ച് വീഡിയോ ചെയ്തു, 3-4 വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഈ റാബിറ്റ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ നമുക്ക് റാബിറ്റിനെ കെയറൊക്കെ കൊടുത്ത് നന്നായിട്ട് എടുത്തിനൊരു മുറിവും തറിവും ഒന്നും പറ്റാതെ നന്നായിട്ട് എങ്ങനെ എടുക്കാമെന്നാണ് നോക്കുന്നത്. ഇത് നന്നായിട്ട് എടുക്കാൻ വേണ്ടി ഇതിൻ്റെ തലക്കിലെ ചെവിയില്ലേ, ആ വലിയ ചെവി, ആ ചെവിയിലും ഇതിൻ്റെ അടിവശത്തും ഇതിൻ്റെ പുറകിലും ചെവിയിലും കൈ പിടിച്ച് അതിൻ്റെ പതുക്കെ എടുത്തിട്ട് ഒറ്റിടുക. ഈ മേത്ത് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടിടണം, അല്ലെങ്കിൽ ഇതാണ് സാധനം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പറഞ്ഞതാണ്. ഇത് മിക്സഡ് ജയൻ്റ് റാബിറ്റ്സ് ആണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇതിൻ്റെ കെയറും അതിൻ്റെ ഫുഡ് കൊടുക്കേണ്ടതൊക്കെ അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് കയറി കണ്ടാൽ മതി. 2-3 വീഡിയോ ഉണ്ട്. 4ാമത്തെ വീഡിയോ നമ്മുടെ റാബിറ്റ് ഫാമിങ്ങിൻ്റെ ഷോർട്സും, അതുപോലെ നമ്മളെല്ലാ ദിവസവും റാബിറ്റ് ഫാമിങ്ങും ഫിഷസിന് വേണ്ടിയുള്ള വീഡിയോസ് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകും. ഇങ്ങനത്തെയൊക്കെ പെറ്റ്സ്, പിന്നെ പക്ഷികളൊക്കെ വാങ്ങണ്ടിച്ച് അതിൻ്റെ കെയറിങ് കാര്യങ്ങൾ, ഇതൊക്കെ വരണമെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചാൽ ആഫ്റ്റർ ഗിനിപ്പിങ്സ് എല്ലാം വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ലൈക്കും അടിച്ച് വെച്ചങ്ങിരിക്കുക. ഇതാണ് നമ്മുടെ മുയൽ. ഇതിന് ഏകദേശം ചെറുതിനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, ഒരു 4 മാസം ചെറുതിനാണ്, വലുതിനൊരു 5 മാസം പ്രായമുണ്ട്. അടുത്ത മാസം ഇതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഉറപ്പായും ഇടും. പിന്നെ കുട്ടികളെ കെയറിങ് വീഡിയോ, ഇതിൻ്റെ തൂക്കം കൂട്ടാനുള്ള വീഡിയോ, ഫുഡ്സിൻ്റെ തന്നെ ഒരുപാട് വീഡിയോ ഇടും. ഇതിൻ്റെ ബെസ്റ്റ് ഫുഡ്സ്, എങ്ങനെ പെട്ടെന്ന് തൂക്കം കൂടാ, ഏതെല്ലാം പുല്ല് കൊടുക്കേണ്ടതുണ്ടോ എല്ലാം ഇടും. എല്ലാവരും മിസ്സാകാതെ സബ്സ്ക്രൈബ് ലൈക്ക് കൊടുത്ത് എന്തായാലും സബ്സ്ക്രൈബ് ലൈക്കും ബെല്ലൈക്കണം അമർത്തി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉറപ്പായും കിട്ടുകയുള്ളൂ. മുയലുകളെ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ കുറച്ച് നേരം യൂസ് ചെയ്യുന്നു. വെള്ളത്തിലൊന്നും ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിലൊന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. വെള്ളത്തിൽ സാധാ വെള്ളം, നമ്മുടെ സാധാ കിണറ്റ് വെള്ളമാണ് കൊടുക്കുന്നത്. ഇവിടെ പൈപ്പിലെ വെള്ളം കൊടുക്കാറില്ല, കിണറ്റ് വെള്ളമാണ് കൊടുക്കാറുള്ളത്. വേറൊന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ അധികം ടൗണിലൊക്കെ നിൽക്കുന്നവരെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളമൊന്നും കൊടുക്കരുത്. ഇതിന് ബ്ലീച്ചും ഇതൊക്കെ ഇട്ടത് കൊടുത്താൽ കുറച്ച് കുഴപ്പമാണ്. ദഹനത്തിന് കുഴപ്പം വരും, വയറ് പൊട്ടും. കഴിഞ്ഞ പിടിച്ചിട്ട് ചോറ് ഒരിക്കലും കൊടുക്കരുത്. കൊടുത്താൽ വയറൊക്കെ വീർത്ത് വരും. അന്നേരം നമുക്കിനി അടുത്ത വീഡിയോ ബാക്കി പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ടു സപ്പോർട്ട് അവർ ചാനൽ ഗൈസ്, പ്ലീസ്.